വർഷം 1963 നവംബർ 22. സമയം ഉച്ചയ്ക്ക് 12:30. തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കാനായിരുന്നു മുകൾ ഭാഗം തുറന്ന ലിമൂസിൻ കാറിൽ കെന്നഡി എത്തിയത്. പിൻസീറ്റിൽ ഭാര്യ ജാക്ലിനൊപ്പമായിരുന്നു കെന്നഡി. മുൻസീറ്റിൽ ടെക്സസ് ഗവർണർ ജോൺ കോണലിയും ഭാര്യ നെല്ലിയും. റോഡിന് ഇരുവശവും കൂടി ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സാവധാനത്തിലായിരുന്നു കെന്നഡിയുടെ യാത്ര. കാറുകൾ ഡീലി പ്ലാസയിലെ ടെക്സാസ് ബുക്ക് ഡിപ്പോസിറ്ററി കെട്ടിടത്തിനടുത്തെത്തി. പൊടുന്നനെയാണ് ചീറിപ്പാഞ്ഞെത്തിയ വെടിയുണ്ട കെന്നഡിയുടെ തല പിളർന്നത്. സകല സുരക്ഷാ ക്രമീകരണങ്ങളെയും മറികടന്നായിരുന്നു തികച്ചും അപ്രതീക്ഷിതമായ ആക്രമണം. ഒരു വേള എല്ലാവരും നടുങ്ങി. സമയം ഒട്ടും പാഴാക്കാതെ സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ തൊട്ടടുത്ത കെട്ടിടത്തിലേക്ക് ഓടിക്കയറി. അവിടെ നിന്നും ഒരു റൈഫിൾ മാത്രമാണ് അവർക്ക് ലഭിച്ചത്. കൊലപാതകിയെ കണ്ടെത്താനായില്ല. പിന്നെയും അരമണിക്കൂർ കഴിഞ്ഞാണ് കെന്നഡിയുടെ ഘാതകൻ പിടിയിലാവുന്നത്. സോവിയറ്റ് യൂണിയനിൽ മുമ്പ് താമസിച്ചിരുന്ന US പൗരനായ ലീ ഹാർവി ഓസ്വാൾഡ് ആയിരുന്നു ആ ഘാതകൻ. ഓടി രക്ഷപ്പെടുന്നതിനിടെ തന്നെ പിന്തുടർന്ന പോലീസുകാരനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം തിയേറ്ററിൽ ഒളിച്ചിരിക്കുകയായിരുന്നു US മുൻ സൈനികൻ കൂടിയായ ഓസ്വാൾഡ്. എന്നാൽ കെന്നഡിയെ വെടിവെച്ചിട്ടില്ലെന്നായിരുന്നു ഓസ്വാൾഡിന്റെ മൊഴി. പക്ഷേ ഓസ്വാൾഡ് ഒറ്റയ്ക്കാണ് കൃത്യം നടത്തിയതെന്നും മറ്റ് പ്രതികളില്ലെന്നുമായിരുന്നു പോലീസ് റിപ്പോർട്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഓസ്വാൾഡിനെ ജയിലിലടച്ചു. 2 ദിവസത്തിന് ശേഷം ഓസ്വാൾഡിനെ മറ്റൊരു ജയിലിലേക്ക് കൊണ്ടുപോകവേ ജാക്ക് റൂബി എന്ന നിശാ ക്ലബ് ഉടമ വെടിവെച്ചു കൊന്നു. കെന്നഡി വധത്തിലെ ഏക പ്രതി അറസ്റ്റിലായതിന് തൊട്ടു പിന്നാലെ കൊല്ലപ്പെട്ടതോടെ അന്വേഷണം വഴിമുട്ടി. കേസ് ഓസ്വാൾഡിൽ നിന്ന് റൂബിയിലേക്ക് നീങ്ങി.